ശ്രീ എബ്രഹാം മാത്യു, ഒരു നാൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിച്ചതിൽ ഞാൻ ഇന്നും ഓർമ്മയിൽ ബാക്കി വെച്ചിട്ടുള്ള ചില വാചകങ്ങൾ എബ്രഹാം മാത്യു എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തോടൊപ്പം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാതൃഭൂമിയിൽ പ്രവർത്തിച്ചു. അന്ന് ഞാനിങ്ങനെ ആകാംക്ഷയോടെ അദ്ദേഹത്തിൻ്റെ ശൈലിയെക്കുറിച്ചൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അന്ന് താങ്കൾ ഇങ്ങനെ പറഞ്ഞു വന്ന് ഞാനിങ്ങനെ ഒരു ദൃശ്യം പോലെ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അത് ഞാൻ അറിയേണ്ടതല്ല, പകരം പ്രേക്ഷകർ അറിയേണ്ടതാണ്. അദ്ദേഹത്തിലെ ഒരു പത്രാധിപരെ, അവിടേക്ക് മാധ്യമപ്രവർത്തകനായി എത്തുന്ന ഒരു തുടക്കക്കാരനെ അദ്ദേഹം എങ്ങനെയാണ് ശ്രദ്ധയോടെ ശ്രദ്ധിച്ചിട്ടുള്ളത്, ചുമതലകൾ ഏൽപ്പിച്ചിട്ടുള്ളത്. എബ്രഹാം മാത്യുവിൻ്റെ ഒരു അനുഭവം. ശരത്, 1989 MT മാതൃഭൂമിയിലേക്ക് രണ്ടാമത് വരുമ്പോഴാണ് ഞാൻ അന്ന് മാതൃഭൂമിയിൽ സബ് എഡിറ്റർ ട്രെയിനിയാണ്. അപ്പോൾ അദ്ദേഹം പീരിയോഡിക്കൽസിന്റെ പത്രാധിപരായിട്ടാണ് എത്തുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ഗൃഹലക്ഷ്മി, ചിത്രഭൂമി, ഈ 3 പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി ഞാൻ ആ പീരിയോഡിക്കൽസിൽ അദ്ദേഹത്തിന്റെ കൂടെ സബ് എഡിറ്റർ ട്രെയിനിയായിട്ട് ചേരുകയാണ് ആ സമയത്ത്. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളോട് അദ്ദേഹം എഡിറ്റോറിയൽ കോൺഫറൻസിലൊന്നും അധികം വ്യക്തിപരമായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. നമ്മൾ ലീവ് എടുത്തോ അല്ലെങ്കിൽ വരുന്നുണ്ടോ, ഇതൊന്നും അദ്ദേഹത്തിന്റെ വിഷയമല്ല. തരുന്ന അസൈൻമെന്റുകൾ പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് മാത്രമേ അദ്ദേഹം ശ്രദ്ധിക്കാറുള്ളൂ. അപ്പൊ ആദ്യമായി എനിക്ക് തന്ന അസൈൻമെന്റ് അന്ന് മനോരമയുടെ ചീഫ് എഡിറ്റർ ശ്രീ KM മാത്യുവിന്റെ ഭാര്യ മിസസ് KM മാത്യുവിനെ പോയി ഇന്റർവ്യൂ ചെയ്തു വരാനാണ് എനിക്ക് ആദ്യം തന്ന അസൈൻമെന്റ്. അതെ, ഗൃഹലക്ഷ്മിയുടെ കവർ സ്റ്റോറി ആയിട്ട് അത് വന്നു. അപ്പോ പല ആളുകളും സംശയിച്ചു, അന്ന് പത്രങ്ങൾ തമ്മിലൊരു മത്സരമൊക്കെ ഉള്ളപ്പോ എതിർപത്രത്തിന്റെ ചീഫ് എഡിറ്ററുടെ ഭാര്യയെ കവർ സ്റ്റോറി ആക്കുന്നത് ഉചിതമാണോ എന്നൊക്കെ ചോദിച്ചു ചിലർ. അപ്പൊ അദ്ദേഹം അന്ന് കൊടുത്ത കേട്ടില്ല, മറുപടി കേട്ടില്ല. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അവരുടെ പേരിലാണ് അന്ന്. ഏതാണ്ട് 300-നും 400-നും ഇടയ്ക്ക് ടൈറ്റിൽസ് അവരുടെ പേരിലുണ്ട്. പാചകക്കുറിപ്പുകളാണ് എന്നാലും. അപ്പൊ ഇത്രയും പുസ്തകങ്ങൾ എഴുതിയ ഒരു വനിതയെ നമ്മൾ ആദരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് പോയി അവരെ കാണാൻ ശ്രീ KM മാത്യുവിന് അദ്ദേഹം കത്തെഴുതുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സിനിമ ചിത്രീകരണം ഷൂട്ട് ചെയ്യാനുള്ള ആദ്യത്തെ അസൈൻമെന്റ് തന്നു. കാർണിവൽ എന്ന സിനിമയായിരുന്നു, ചാലക്കുടിയിലായിരുന്നു അതിന്റെ ലൊക്കേഷൻ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യത്തിന് പോകുന്നത്. അപ്പൊ പോകുന്നതിന് മുമ്പ് എന്നോട് വിളിച്ചിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പോകുന്നവരെല്ലാം കഥയുടെ സംക്ഷിപ്തം ചുരുക്കി എഴുതി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അവിടെ താരങ്ങളെ കുറിച്ച് മാത്രമേ റെഫർ ചെയ്യാറുള്ളൂ. നിങ്ങൾ അതിന് മാറ്റം വരുത്തണം. കഥ എന്തും ആയിക്കൊള്ളട്ടെ, അതിന്റെ ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സംവിധായകന്റെ പങ്കിനെ കുറിച്ചും ആയിരിക്കണം ഫോക്കസ് വേണ്ടത്. താരങ്ങളെ കുറിച്ച് എല്ലാവർക്കും എഴുതാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു. ഞാനത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ആദ്യത്തെ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പൊ MTയുടെ മുമ്പിൽ നമ്മൾ എത്തുമ്പോൾ അദ്ദേഹം നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മളെ അദ്ദേഹം നന്നായി നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് കഥാകൃത്ത് അക്ബർ കക്കട്ടിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ്. ഈ മാതൃഭൂമിയിലേക്കുള്ള 2ാം വരവിന് തൊട്ട് മുമ്പ്. 2ാം വരവിന് ശേഷം എനിക്കൊരു കഥ അദ്ദേഹം ഇംഗ്ലീഷ് കഥ തന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുകയും മാതൃഭൂമി ആദ്യമായി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്പോർട്സ് മാസികയിൽ ആ കഥ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ MT ആരാധകരിൽ അല്ലെ MTയോട് അടുപ്പമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഒരുപക്ഷെ ഏറ്റവും ഒടുവിലത്തെ ഒരു കണ്ണിയായിരിക്കാം. എന്നെക്കാൾ 100 മടങ്ങ് അടുപ്പമുള്ള അനേകം സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പുനത്തിൽ കുഞ്ഞത്തുള്ളയും അക്ബർ കക്കട്ടിനെയും പോലെയുള്ള, ഹാഫിസ് മുഹമ്മദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ. അപ്പൊ അവർക്കെല്ലാം അദ്ദേഹത്തിന്റെ അടുത്ത് അത്രത്തോളം സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. MT എപ്പോഴും അദ്ദേഹത്തിന്റെ ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെതായ ഒരു ലോകത്തിരുന്നു കൊണ്ട് എന്നാൽ മറ്റുള്ളവരെ പരമാവധി എങ്ങനെ ഉപയോഗപ്പെടുത്താം പ്രൊഫഷണൽ ആയിട്ട് എന്ന് ചിന്തിച്ചിരുന്ന ആൾ ആണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. മറ്റൊരു വലിയ അനുഭവം ഉണ്ടായത് കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി അദ്ദേഹം തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യുകയുണ്ടായി. 90-ലാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ആ സമയത്ത് അതിന് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തത് അസിസ്റ്റ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് എന്നെയും കൂടെ കൂട്ടിയത്. എനിക്ക് അദ്ദേഹം അന്ന് ഞാൻ എറണാകുളം മാതൃഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു 90കളുടെ ഒടുവിൽ. അപ്പൊ അദ്ദേഹം അന്ന് എനിക്ക് ഇംഗ്ലണ്ടിൽ ഒരു മാതൃഭൂമിയുടെ ലൈബ്രറിയിൽ കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ആ ഫോട്ടോസ്റ്റാറ്റ് എടുത്തൊരു ഫയൽ ഉണ്ടാക്കി തകഴിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കത്തുണ്ടായിരുന്നത്.
അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം 3 ദിവസം തകഴിയുടെ വീട്ടിൽ ആ ചിത്രീകരണത്തിൽ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവമായി എനിക്ക് ഇന്നും തോന്നുന്നുണ്ട്. എം ഡിയെ കുറിച്ചുള്ള ആദ്യകാല അനുഭവങ്ങൾ അതാണ്. പിന്നീട് മാതൃഭൂമി വിട്ട് ഞാൻ കൈരളിയിൽ വന്നതിന് ശേഷവും അദ്ദേഹത്തെ പോയി കാണുകയും കൈരളിയിൽ ചേരാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചിരുന്നു. എന്നാൽ ഞാനിപ്പോഴും പറയുന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ ഒരു ഗൗരവത്വം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തെ ഭേദിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇന്നർ സർക്കിളിലേക്ക് കടന്നുപോയി എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. മാറി നിന്നുകൊണ്ട് ഇത്രയും ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ നിരീക്ഷിക്കുവാനും ആദരവ് പ്രകടിപ്പിക്കുവാനും പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കുവാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയ ഒരാൾ മാത്രമാണ് ഞാൻ. ശരി, റൈറ്റ്. എനിക്കത് നന്നായി മനസ്സിലായി ശ്രീ ബ്രഹ്മാത്യു. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ സംസാരിക്കണം എന്ന് കരുതിയത്. ഇന്നലെ സുഭാഷ് ചന്ദ്രനും ഇതേക്കുറിച്ച് അദ്ദേഹത്തെയൊക്കെ മാതൃഭൂമിയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതിൽ ഘട്ടത്തിലൊക്കെയുള്ള എം ടിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ എം ഡി അറിഞ്ഞിരുന്നു ആ നിലയിൽ സംസാരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു.